Good morning, Namaskaram, Suprabhadam. And today my topic is on a famous quotation. Famous quotation says, hard time creates strong man. ഒരു ദിവസം ഞാൻ എൻ്റെ ഒരു സുഹൃത്തുമായി സംസാരിക്കുകയായിരുന്നു. കുടുംബത്തെയും ജീവിതത്തെയും കുറിച്ചാണ് ഞങ്ങൾ സംസാരിച്ചത്. ഞാൻ ചോദിച്ചു, നീ നിന്റെ കുട്ടികളുടെ ഭാവി എങ്ങനെ കാണുന്നു? അപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ മുത്തശ്ശൻ ദിവസവും 10 മൈൽ നടന്നാണ് ജോലിക്ക് പോയിരുന്നത്. എൻ്റെ അച്ഛൻ നടന്നത് 5 കിലോമീറ്ററും. ഞാനൊരു കാഡിലാക്ക് ഓടിക്കുന്നു. എൻ്റെ മകൻ്റേത് മെഴ്സിഡീസാണ്. എൻ്റെ പേരക്കുട്ടി ഒരു ഫെറാറി ഓടിക്കും. എന്നാൽ അവൻ പറഞ്ഞു, എൻ്റെ പേരക്കുട്ടിയുടെ മകൻ വീണ്ടും നടക്കാൻ തുടങ്ങും. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് അങ്ങനെ? അപ്പോൾ അവൻ പറഞ്ഞു, ദുഷ്കര ഘട്ടങ്ങളാണ് ശക്തരായ മനുഷ്യരെ സൃഷ്ടിക്കുന്നത്. ശക്തരായ മനുഷ്യർ സുഗമമായ കാലം സൃഷ്ടിക്കുന്നു. സുഗമമായ കാലങ്ങൾ ദുർബലരെ സൃഷ്ടിക്കുന്നു. ദുർബലർ ദുഷ്കര സമയങ്ങൾ സൃഷ്ടിക്കുന്നു. അവൻ പറഞ്ഞു, പലർക്കും അത് മനസ്സിലാകില്ല. പക്ഷെ നിങ്ങൾ യോദ്ധാക്കളെ വളർത്തണം. അതാണ് കോച്ച് എന്നിൽ കുത്തിവെച്ചത്. ഒപ്പം എന്നെ പോലുള്ള പലരിലും ഒരു യോദ്ധാവിന്റെ കരുത്തും ധൈര്യവും. Strong man creates good time. And good time creates weak man. And weak man creates hard time. And this is a very, very famous saying. അതായത് ടൈം ഹാർഡ് ആയിരിക്കുമ്പോൾ ബുദ്ധിമുട്ടുകൾ വരും. ആളുകൾക്ക് വളരെയധികം സ്ട്രഗിൾ ചെയ്യേണ്ടി വരും, വളരെയധികം അധ്വാനിക്കേണ്ടി വരും. അതിനുള്ളിൽ നല്ല ആൾക്കാരായി മാറും. ആൻഡ് വെൻ ടൈം ഈസ് ഗുഡ്, ജനറലി ഇറ്റ് മീൻസ് സാഡ്. ആൻഡ് സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ, ഡിസ്ട്രക്ഷൻ ഓഫ് വെൽത്ത് ഹാപ്പൻസ്. ബിക്കോസ് ഇപ്പോൾ ആളുകൾ, കുട്ടികൾ സ്ട്രഗിൾ കണ്ടിട്ടേ ഇല്ല. അപ്പോഴവരെന്ത് ചെയ്യും? അവർക്ക് പണത്തിന്റെ വിലയും അറിയില്ല, അവർക്ക് ഇതും അറിയില്ല. എങ്ങനെയാണ് അവരുടെ രക്ഷിതാക്കൾ പണം ഉണ്ടാക്കിയതെന്ന്. ദാറ്റ്സ് എ വെരി, വെരി ഫേമസ് സെയിങ്. ഓൺ ദിസ് പർട്ടിക്കുലർ ലൈൻ ഐ ജസ്റ്റ് ഹാവ് 2-3 ടോപ്പിക്സ് ടോക്ക് അബൌട്ട്. നമ്പർ 1, ഇന്നത്തെ ടൈമിൽ ഒരു ബേസ്ബർ വളരെ പോപ്പുലറായി. അതിൽ പറയുന്നു വർക്ക് ലൈഫ് ബാലൻസ്. വർക്ക് ലൈഫ് ബാലൻസിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഞാൻ സമയത്തിൽ വീട്ടിൽ വരണം. 5 മണിയാകുമ്പോഴേ വൈകിട്ട് 3 മണിക്ക് വന്നാലും കുഴപ്പമൊന്നുമില്ല. I should spend a lot of time with my family, my wife, my kids, with my parents. Very good. They should be weekend, Saturday and Sunday off. അതും വളരെ നല്ല കാര്യമാണ്. ഇത് ഒരു ക്രൈറ്റീരിയയാണ്. പക്ഷേ വർക്ക് ലൈഫ് ബാലൻസിനുള്ളിലെ ഔട്ട്കം, അതിൻ്റെ ഇൻകം, പണം എന്നത്, അത് ചിലപ്പോൾ നിങ്ങൾക്ക് 20-25 വർഷത്തിനകം വിൽ ബി ഏബിൾ ടു ഗെറ്റ് എ കാർ, വിൽ ബി ഏബിൾ ടു ഗെറ്റ് എ ഹോം. പക്ഷേ ആൾക്കാർ അങ്ങനെ വിചാരിക്കില്ല. ഓൺ വൺ സൈഡ് ദിസ് സേ, ഈ വർക്ക് ലൈഫ് ബാലൻസിൽ ദേ ഷുഡ് ഗെറ്റ് ഓൾ ദ കംഫർട്ട്. ടൈമിൽ വീട്ടിൽ വരിക, ടൈം വളരെയധികം ചിലവാക്കുക, കുടുംബത്തോടൊപ്പം ചിലവിടുക. പക്ഷേ ഓൺ എ സെക്കൻഡ് സൈഡ്, അവിടെ എവിടെയാണോ റിസൾട്ട് വരുന്നത് അവിടെ ഒരു ബാലൻസും ഇല്ല. അത് വലിയ എക്സ്ട്രീം സൈഡാണ്. എക്സ്ട്രീം സൈഡ് എന്താണ്? എനിക്ക് വളരെയധികം ഇൻസെൻറ്റീവ് കിട്ടണം, എനിക്ക് വളരെയധികം പണം കിട്ടണം, എനിക്ക് വളരെ വലിയ ഡെസിഗ്നേഷൻ കിട്ടണം, 3-4 സ്റ്റേജ് കിട്ടണം. തെറ്റെന്താണ്? RM ആകണം, ZM ആകണം, എനിക്ക് നല്ല പേര് കിട്ടണം. പക്ഷെ ഞാൻ ജോലി ചെയ്യുന്നത് എനിക്ക് തോന്നുന്ന പോലെ ആയിരിക്കും. ദിസ് ഈസ് എ വെരി, വെരി, ഐ വിൽ സേ, സ്റ്റുപ്പിഡ് കൈൻഡ് ഓഫ് എ തിങ്. ഇഫ് യു വാണ്ട് എക്സ്ട്രീം സൈഡ്, ഇഫ് യു വാണ്ട് ടു റൈസ് വെരി ഫാസ്റ്റ്, അഥവാ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ വളരെ മുന്നേറണമെന്നുണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങൾ അതിൻ്റെ ആവറേജിൽ എന്തെങ്കിലും നൽകിയേ പറ്റൂ. നിങ്ങൾ വളരെയധികം അധ്വാനിക്കണം, നിങ്ങൾ വളരെ സമയം കൊടുക്കണം, വളരെയധികം സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ഏതൊരു മനുഷ്യനും സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ അങ്കിളോ അറിയുന്നവരോ, ഹൂ ഈസ് എവർ, ടോക്ക് ടു ദം. There was never a work-life balance. ഇത് ഇന്നിപ്പോൾ നടക്കുന്നതാണ്. This should go away from your mind. അഥവാ നിങ്ങൾക്ക് വളരെയധികം വേണമെങ്കിൽ വളരെയധികം നൽകേണ്ടിയും വരും. Without input, nothing output will happen. ഔട്ട്പുട്ട് കിട്ടില്ല, നിങ്ങൾക്ക് നല്ലത് കിട്ടില്ല ഒരിക്കലും. This has to be understood. But in some of the places I have seen that recently in Tamil Nadu somebody was saying one company has been started. അതിലവർ പറയുന്നു, നിങ്ങളുടെ മേൽ ഒരുവിധ സെയിൽസ് പ്രഷറും ഉണ്ടാകില്ല, നിങ്ങൾ അങ്ങനെയുള്ള ഒരു ജോലിയും ചെയ്യേണ്ട, സൺഡേ അവധിയായിരിക്കും, സാറ്റർഡേ ജോലി ചെയ്യേണ്ട, സാവധാനം വീട്ടിൽ വരൂ, നിങ്ങളോട് ആരും ജോലി ചോദിക്കുകയുമില്ല. മൈ ക്വസ്റ്റ്യൻ ഈസ് ബേസിക്കലി ഈസ് വാട്ട്? ഈ കട്ട് ത്രൂ ഔട്ട് കോമ്പറ്റീഷൻ ഉള്ളിൽ സെയിൽ എങ്ങനെ വരും? പിന്നെ സെയിൽ വന്നില്ലെങ്കിൽ ഈ കമ്പനി എങ്ങനെ മുന്നോട്ട് നടക്കും? പിന്നെ പണം എവിടെ നിന്ന് വരും? ഐ ടെൽ യു ഓണസ്റ്റ്ലി, ഐ ഗിവ് ദീസ് കൈൻഡ് ഓഫ് കമ്പനീസ് നോട്ട് മോർ ദാൻ 6 months to 1 year. They will evaporate in the air. തീർന്നു പോകും. These kind of companies never creates somebody's career. എപ്പോൾ വരെ പ്രഷർ ഇല്ലയോ, എപ്പോൾ വരെ നിങ്ങൾ അധ്വാനിക്കുന്നില്ലയോ, എപ്പോൾ വരെ നിങ്ങളുടെ ഉള്ളിൽ ഈ കാര്യത്തിന്റെ തോട്ടില്ലയോ, എനിക്ക് കണ്ടിന്യൂസ്ലി ഇംപ്രൂവ് ചെയ്യണമെന്ന്, ഐ ഷുഡ് ബിക്കം ബെറ്റർ,
എന്ന് വരെ ഈ തോട്ട് നിങ്ങളുടെ മൈൻഡിൽ വരുന്നില്ലയോ? അതായത് പാസ്റ്റിലെ വർക്കിംഗ് കൊണ്ട്, പാസ്റ്റിലെ സക്സസ് കൊണ്ട് ഐ ഷുഡ് നോട്ട് റിയലി മെഷർ മൈ ഫ്യൂച്ചർ സക്സസ്. ഒരു വലിയ ഫേമസ് സെയിങ് ഉണ്ട്, അതിൽ പറയുന്നത് ഐ ഹാവ് ഡൺ ദിസ്, ഐ ഹാവ് ഡൺ ദാറ്റ്. സോ പീപ്പിൾ സേ, സോ വാട്ട്? ദാറ്റ് ആസ് വാട്ട് വിൽ യു ഡു? ഈ പാസ്റ്റിൽ ചെയ്തത് അതെല്ലാം മറന്നേക്കൂ. ചെയ്തിരുന്നോ? സാരമില്ല. ഡോണ്ട് ടോക്ക് ടു മീ, ഡോണ്ട് ട്രൈ ടു ഇംപ്രസ് മീ ദാറ്റ് യുവർ ടങ് ദിസ് ഇൻ ദാറ്റ്. ടെൽ മീ what are you planning to do, what you would do in future, and show that. അതിൽ ഞാൻ വിശ്വസിക്കും. We are living in this kind of a world, but somehow some people are different kind of a nature. കൊട്ടേഷൻസ് വരാറുണ്ട് ഇന്റർനെറ്റിനുള്ളിൽ. ആൾക്കാർ വലിയ വലിയ ലെക്ചർ തരുന്നു, ആൾക്കാർ ഇതിൽ ഒഴുകിപ്പോകുന്നു. This is one. The second basically is what? In mankind, we have always been a people-centric company. We have always said this. എപ്പോഴും ഇക്കാര്യം പറയാറുണ്ട്. ഞങ്ങൾ വളരെയധികം ആൾക്കാരെ കുറിച്ച് ചിന്തിക്കുന്നു, ആൾക്കാരുടെ ഇംപ്രൂവ്മെന്റിനെ കുറിച്ച് ചിന്തിക്കുന്നു, ആൾക്കാരുടെ ബെനിഫിറ്റിനെ കുറിച്ച് ചിന്തിക്കുന്നു. ആൻഡ് വിച്ച് ഹസ് മേക്ക് ഷുവർ വൺ തിങ്, ദാറ്റ് പീപ്പിൾ ഷുഡ് ഗ്രോ, പീപ്പിൾ ഷുഡ് ബി റിവാർഡഡ്, പീപ്പിൾ ഷുഡ് ബി പ്രൊമോട്ടഡ്, മാൻകൈൻഡിയൻ ഷുഡ് ബി പ്രൊമോട്ടഡ്. പക്ഷേ ഇതിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ, എല്ലാവർക്കും ഇൻസെന്റീവ് കിട്ടുമോ? എല്ലാവർക്കും മെഡൽ കിട്ടുമോ? എല്ലാവർക്കും വളരെ നന്നായി കിട്ടുമോ? ഇല്ല, ഒരിക്കലുമില്ല. ഓരോ വ്യക്തിക്കും അവരുടെ കഴിവിനനുസരിച്ചായിരിക്കും കിട്ടുക. മാൻകൈൻഡിനുള്ളിൽ വെറും ബെസ്റ്റ് ആൾക്കാർ മാത്രം ജോലി ചെയ്യണം. ഇതാണ്. എന്താ, നിങ്ങൾക്ക് എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ കഴിയുമോ? ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്ക് ചെയ്യേണ്ട ആവശ്യവുമില്ല. എന്താ, മാൻകൈൻഡിലുള്ള എല്ലാവരും നല്ലവരാണോ? അല്ല. ഞാൻ അങ്ങനെയുള്ള ആൾക്കാർക്കൊപ്പമാണ്. വി ആർ പീപ്പിൾ സെൻട്രിക്, വി ആർ വെരി പീപ്പിൾ സെൻട്രിക്. ഓൺലി ബി ദോസ് പീപ്പിൾ, ദോസ് ഹു ആർ ഗുഡ്, ദോസ് ഹു ആർ ഡൂയിങ് ഗുഡ് ഡീഡ്സ്. നന്നായി ജോലി ചെയ്യാത്തവർ ഞങ്ങൾ തീർത്തും എഗനിസ്റ്റാണ്. അവർ മാൻകൈൻഡിയൻസ് ആയാലും, പാസ്റ്റ് ആയാലും, പ്രസന്റിലുള്ളവരായാലും, പുതിയതായാലും പഴയതായാലും. വി ഷുഡ് ബി വെരി വെരി ക്ലിയർ ഇൻ എവരിബഡീസ് ഹെഡ്. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എത്ര പേരെ അറിയാം എന്ന് പറയും? 50 പേരെ, 100 പേരെ? എൻ്റെ അടുത്ത ക്വസ്റ്റ്യനാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ആരാണ് ആ 4 or 5 ബെസ്റ്റ് ഫ്രണ്ട്സ് ഉള്ളത്? 4-5 കാണൂ. അപ്പോൾ 50-60 പേരിൽ ആ 4-5 പേർ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് എങ്ങനെയായി? അവർ വളരെ നല്ലവരാണ് നിങ്ങൾക്ക്. ഇതേപോലെ കമ്പനിക്കുള്ളിലുമുണ്ട്. നിങ്ങളുടെ പക്കൽ 5-6 ശേഷം അങ്ങനെയുള്ള ചില സുഹൃത്തുക്കളും കാണും. അവരെ നിങ്ങൾ നല്ല സുഹൃത്തുക്കൾ എന്ന് പറയുന്നു. അവർ ബെസ്റ്റ് അല്ല, നല്ല സുഹൃത്തുക്കളാണ്. അവരുമായി അത് 15, ഇനി 5 ബെസ്റ്റ് ഫ്രണ്ട്സ്, 10 നിങ്ങളുടെ നല്ല സുഹൃത്തുക്കൾ. അതിനുശേഷം നിങ്ങളുടെ പക്കൽ 20-25 പേർ അങ്ങനെയും ഉണ്ടാകും. ചില ആൾക്കാർ, അവരെ നിങ്ങൾക്കറിയാം, തിരിച്ചറിയാം, അവരെ നിങ്ങൾ നല്ല ചിന്തകളുള്ളവരെ കുറിച്ചായിരിക്കും. അവരും നല്ലവരാണ്. ആൻഡ് ദെയർ വുഡ് ബി 10-20 പീപ്പിൾ, അവരെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല, അവരെ കാണാനേ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ യൂണിവേഴ്സിൽ, നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ചിന്തിക്കുമ്പോൾ പിന്നെ മാൻകൈൻഡ് ചിന്തിക്കില്ലേ? മാൻകൈൻഡ് വിൽ ഓൾവേസ് ട്രൈ ടു സെഗ്രിഗേറ്റ്, ഓൾവേസ് ടെൽ യു, ഇവർ വളരെ നല്ലവരാണ്, ഇവർ നല്ലവരാണ്, ഇവർ ബോട്ടത്തിലാണ്. ജസ്റ്റ് റിമെമ്പർ ഇൻ എവറി മീറ്റിംഗ്, വേർ എവർ യു ഹാവ് എൻകൗണ്ടേർഡ് മീ, വാട്ട്സ് മൈ പൊസിഷൻ ഈസ്. എപ്പോഴും ഈ മീറ്റിംഗിൽ എത്രയധികം ആൾക്കാർ ഇരിപ്പുണ്ടെങ്കിലും ആരാണ് നിങ്ങൾക്ക് തോന്നുന്നത് ടോപ്പ് 5 മെഡിക്കൽ റെപ്സ് ആണെന്ന്? ഏത് രീതിയിലാണ് നിങ്ങൾ പറയുന്നത് ബെസ്റ്റ് 5 മെഡിക്കൽ റെപ്സ് ആണെന്ന്? എന്തുകൊണ്ടാണ് അവർ? ഐ യൂസ് ടു ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ. അതിനുശേഷം എൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും, ഈ മീറ്റിംഗിൽ എത്ര റെപ്സ് ഇരിപ്പുണ്ടെങ്കിലും 30 പേരുണ്ടെങ്കിൽ അതിൽ 5 പേർ നല്ല മെഡിക്കൽ റെപ്സ് ആണ്. അപ്പോൾ എന്നോട് പറയൂ, ബോട്ടത്തിൽ 4-5 പേരുള്ളത് ആരാണ്? അവരെന്തുകൊണ്ടാണ് ബോട്ടത്തിൽ? ഐ യൂസ് ടു ആസ്ക് ആൻഡ് ഐ യൂസ് ടു ഓൾവേസ് separately all the meeting used to appreciate good people and used to criticize, talk to, I mean those people, those who are not performing well. ഇതിനർത്ഥം എന്താണ്? You are always segregating, you are always giving more incentive to those people, those who are performing better. You have to always use to punish those people, those who are inefficient, corrupt. Interpretation ചെയ്യുമായിരുന്നു, ഒരിക്കലും അവരെ എൻകറേജ് ചെയ്തിട്ടില്ല. We have that sort of a people centric company. ചില ആൾക്കാർ അങ്ങനെ ചിന്തിച്ചു, എല്ലാവർക്കും കൊടുക്കൂ എല്ലാം, എല്ലാവർക്കും എല്ലാം കൊടുക്കാൻ പറ്റില്ല, ഞങ്ങൾ നല്ലവർക്ക് വളരെയധികം കൊടുക്കും, മോശപ്പെട്ടവർക്ക് ഒന്നും കൊടുക്കില്ല. ദാറ്റ് ഈസ് അവർ ഫിലോസഫി ഓഫ് പീപ്പിൾ സെൻട്രിസ്റ്റി. വെൻ വി സേ മാൻകൈൻഡ് ദാറ്റ് വി ആർ വെരി വെരി പീപ്പിൾ സെൻട്രിക്, ഡോണ്ട് ജസ്റ്റ് ബിലീവ് അവർ വേർഡ്സ്, ജസ്റ്റ് ലുക്ക് അറ്റ് ദ പോളിസീസ്. പീപ്പിൾ സെൻട്രിസിറ്റി ആൻഡ് അറ്റ് ദ സെയിം ടൈം മെറിറ്റ് ബേസ്, earning merit base promotions, that basically has always been the theme of mankind. നിങ്ങൾ എന്തും നോക്കിക്കോളൂ. എന്തുകൊണ്ട് ഞാൻ പറയുന്നു, ഈ ഇൻസെന്റീവ് ഇൻ മാൻകൈൻഡ് ഷുഡ് ബി ഫിനോമിനൽ. ഓരോ വർഷവും അത് ഇംപ്രൂവ് ചെയ്തു. ബട്ട് ഐ ടെൽ യു ഓണസ്റ്റ്ലി,
ഈ വർഷത്തെ ഇൻസെൻറ്റീവ് എന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് ആയിരിക്കും. വിൽ എൻഡ് ഓഫ് സ്പെൻഡിങ് അറ്റ്ലീസ്റ്റ് 50% മോർ മണി ഓൺ ഇൻസെൻറ്റീവ് ദാൻ ലാസ്റ്റ് ഇയർ. അപ്പോൾ അതിനർത്ഥം എന്താണ്? ഇതുവരെ എന്തൊക്കെ പോളിസീസ് വന്നോ ഇതുവരെയുള്ള ബെസ്റ്റ് ഇൻസെൻറ്റീവ് ഇതാണ് വെച്ചിരിക്കുന്നത്. ഒന്നിന് ശേഷം ഒന്നായി എക്സ്ട്രാ മൈലുമുണ്ട്, സ്വിറ്റ്സർലൻഡ് ട്രിപ്പുമുണ്ട്, പിന്നെ മോട്ടോർ ബൈക്കുമുണ്ട്. ഇതെല്ലാം പുതിയതായി ഉണ്ട്. ഫോർ എവറി കൈൻഡ് ഓഫ് മെഡിക്കൽ റെപ്പ് ദർ ഈസ് സം കൈൻഡ് ഓഫ് എ ഇൻസെൻറ്റീവ്. ഇത് സ്വയം തന്നെ പറയുന്നു ഹൗ പീപ്പിൾ സെൻട്രിക് ആർ വി. പക്ഷെ ആരെങ്കിലും നമ്മളോട് പറയുകയാണ് എല്ലാവർക്കും കൊടുക്കൂ, ഒരു ഗ്രോത്തും ഇല്ലാതെ കൊടുക്കൂ, ആ പെർഫോമൻസ് ചെക്ക് ചെയ്യാതെ കൊടുക്കുക, അവർ ജോലി ചെയ്താലും ഇല്ലേലും കൊടുക്കൂ, അത് നടക്കില്ല. ദാറ്റ്സ് അബ്സല്യൂട്ട്ലി ക്ലിയർ കട്ട്. ഇതിനുള്ളിൽ നിങ്ങളോട് മറ്റൊരു കാര്യം കൂടി പറയാം. ജസ്റ്റ് ടു കീപ് ചാൻസ് ടു പീപ്പിൾ ബിക്കോസ് വി ആർ ഓൺ എ ചേഞ്ചിങ് കൈൻഡ് ഓഫ് എ മോഡ്. വളരെ മികച്ച ട്രാൻസ്ഫോർമേഷൻ നടക്കുകയാണ് മാൻകൈൻഡിനുള്ളിൽ. അപ്പോൾ അഥവാ നിങ്ങൾക്ക് വളരെ കാലമായി നെഗറ്റീവ് ഗ്രോത്ത് ആണ് കിട്ടുന്നതെങ്കിൽ പറയുന്നതിന് ശേഷവും നിങ്ങൾ തന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ പീപ്പിൾ ബിക്കം യൂസ് ടു ഇറ്റ്സ്. അപ്രോക്സിമേറ്റ്ലി 150 പേർ അങ്ങനെയുള്ളവരാണ്. അവർക്ക് ലാസ്റ്റ് ഇയർ ക്യാഷ് അവാർഡ് കിട്ടിയിട്ടില്ല ഈ വർഷം. ബട്ട് എഗൈൻ ലുക്ക് അറ്റ് അവർ പീപ്പിൾ സെൻട്രിസിറ്റി. വി ഹവ് ഡിസൈഡഡ്, അഥവാ നിങ്ങൾ ഫസ്റ്റ് ക്വാർട്ടറിനുള്ളിൽ ഗ്രോത്ത് കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങളുടെ എത്ര ഹോൾഡ് ക്യാഷ് അവാർഡ് ഉണ്ടെങ്കിലും അതിൻ്റെ 50% നിങ്ങൾക്ക് തരും. അഥവാ നിങ്ങൾ ആദ്യ 6 മാസത്തിനുള്ളിൽ 5% പ്ലസ് ഗ്രോത്ത് കൊണ്ടുവന്നാൽ, ബിക്കോസ് നിങ്ങൾ ഡിഫറെൻറ്റ് സർക്കംസ്റ്റാൻസസ്, ചില സ്ഥലങ്ങളിൽ വേക്കൻസീസ് ഉണ്ടെങ്കിൽ അവിടെ ഗ്രോത്ത് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ നിങ്ങളുടെ ഹോൾ ഇൻസെൻറ്റീവ് മൊത്തം തരുന്നതാണ്. ഏത് കമ്പനിയിൽ ഇങ്ങനെയുണ്ട്? പരമാവധി കമ്പനികളിലും ജസ്റ്റ് കാൽക്കുലേഷൻ ആയിരിക്കും, പോളിസീസ് നോക്കും, എന്നിട്ട് അത് അപ്ലൈ ചെയ്യുകയാണ്. ആൻഡ് വൈ ഇൻ മാൻകൈൻഡ് ദിസ് ബേസിക്കലി ഈസ് ഹാപ്പനിങ്? ബിക്കോസ് വി റിയലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ നിങ്ങൾക്ക് നേരെയാകാനുള്ള അവസരം കിട്ടുകയാണ്. ഞങ്ങൾ തീർച്ചയായും തരും. അറ്റ് എവറി ടൈം വിൽ ഓൾവേസ് ഫൈൻഡ് മാൻകൈൻഡിനുള്ളിൽ സം കൈൻഡ് ഓഫ് എ പേഴ്സണൽ ടച്ച് വുഡ് ഓൾവേസ് ബി ദെയർ. പേഴ്സണൽ ടച്ച് ഫ്രം അവർ സൈഡ്. പിന്നെ ഈ പേഴ്സണൽ ടച്ച് ഒരു 10-15 മിനിറ്റ് ഉണ്ടാകും, എപ്പോഴും ഉണ്ടാകും. പക്ഷെ പാസ്റ്റിൽ എന്ത് സംഭവിച്ചു? പാസ്റ്റിൽ മൊത്തം പേഴ്സണൽ ടച്ച് ആയിരുന്നു. നിങ്ങൾക്ക് നെഗറ്റീവ് ഗ്രോത്ത് ആണ്, സെയിലുമില്ല, അപ്പോഴും മെഡൽ കിട്ടുന്നതായിരുന്നു. ദിസ് കൈൻഡ് ഓഫ് എ കൾച്ചർ വാസ് ബിൽഡിംഗ് അപ്പ്. ഇത് ഇല്ലാതാക്കി കഴിഞ്ഞു. ആൻഡ് ദിസ് ഇയർ ഓൺവേർഡ്സ് തിങ്സ് വിൽ ബി അബ്സല്യൂട്ട്ലി ഓൺ ദ ബേസിസ് ഓഫ് പെർഫോമൻസ്. മോർ സ്ട്രിക്ട് റാങ്കിങ് പോളിസീസിനുള്ളിലുണ്ട്. പക്ഷേ ഇത് ഫാക്റ്റ് ആണ്. നല്ലതായി ജോലി ചെയ്യുന്നവർ റൈസ് ആകും, നന്നായി ചെയ്യുന്നില്ലെങ്കിൽ മുന്നിൽ വരുന്നതാണ്. Where more mistake was happening in the past, which we are correcting right now. അതിനെയാണ് പറയുന്നത് അക്കൗണ്ടബിലിറ്റി. അക്കൗണ്ടബിലിറ്റി അപ്പോഴേ വരികയുള്ളൂ ക്വസ്റ്റ്യനിങ് ഉണ്ടാകുമ്പോൾ. ക്വസ്റ്റ്യനിങ് അപ്പോഴേ ഉണ്ടാകൂ നിങ്ങളുടെ പക്കൽ ഡേറ്റ ഉണ്ടെങ്കിൽ. നിങ്ങൾ ഡേറ്റ നൽകുന്നു, പാസ്റ്റിലെ പെർഫോമൻസ് നോക്കുന്നു, നിങ്ങളുടെ പാസ്റ്റിലെ സ്റ്റേറ്റ്മെന്റുകളെ കുറിച്ച് ചെക്ക് ചെയ്യുന്നു, ആൻഡ് ദെൻ യു ടോക്ക് അബൌട്ട് ദാറ്റ്. സോ ഇഫ് യു ആർ ഗുഡ്, ഇഫ് യു വാണ്ട് ടു റൈസ്, ഇഫ് യു ആർ ലേണിംഗ്, ദിസ് ഈസ് ദ ബെസ്റ്റ് കമ്പനി. അഥവാ നിങ്ങളിൽ ജീവനേ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അധ്വാനിക്കാൻ കഴിയില്ല, നിങ്ങൾക്കെല്ലാം ഇരുന്ന ഇരിപ്പിൽ കിട്ടിയാൽ ദിസ് ഈസ് ദ വേസ്റ്റ് കമ്പനി. ഒന്നും കിട്ടില്ല. One more quality you find in mankind is it we are very very honest with our people. If you just see me, I talk very straight and straight from the heart. ആരോടൊക്കെയാണോ ഞാൻ കണ്ടിന്യൂസ്ലി സംസാരിക്കുന്നത്, വഴക്ക് പറയുന്നത്, അപ്രീഷിയേറ്റ് ചെയ്യുന്നത്, അവരെ ഞാൻ വഴക്കും പറയാറുണ്ട്. അവരിൽ നിന്ന് ഞാൻ നന്നായി പ്രതീക്ഷിക്കുന്നു. ബട്ട് ഐ ഹാവ് എ ഹാബിറ്റ് ഓഫ് giving my enough feelings to people so that people should really understand. പറയാറില്ലേ നമ്മൾ ഇത്ര ഫാസ്റ്റ് എക്സിക്യൂട്ട് എങ്ങനെ ചെയ്യുന്നുവെന്ന്. ബിക്കോസ് വി ഡോണ്ട് ബിലീവ് ഇൻ ഫോർമാലിറ്റീസ്. ഈ നിങ്ങളോട് വളച്ചു ചുറ്റി പറയുക, അങ്ങനെ ഒരു ലാംഗ്വേജിൽ പറയുക ഇല്ല, നേരെ പറയും. ഐ കം ഓൺ ദിസ് വീഡിയോ ആൻഡ് ടോക്ക് ടു യു. യു ആർ ഓൾവേസ് ഫൈൻ. മാൻകൈൻഡ് വളരെ ഹോണസ്റ്റ് ആണ്. വളരെ വർഷങ്ങൾക്ക് മുൻപ് ഐ സോ വൺ അഡ്വർടൈസ്മെന്റ്. ഇറ്റ്സ് എ വെരി ഫേമസ് ആഡ്. ആ ആഡിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? മാൻ വാണ്ടഡ് for hazardous journey, small wages, bitter cold, long months of complete darkness, constant danger, see if return doubtful, honor and regulation in the event of success. And this ad written by somebody called Ernest Softer. അഥവാ നിങ്ങൾ ആഡ് നോക്കുകയാണെങ്കിൽ അതിൽ അങ്ങനെ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല which is selling, which is give you something else. ഞങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്തു തരും, ഞങ്ങൾ ഇങ്ങനെ ചെയ്തു തരും, നിങ്ങൾക്ക് വളരെ കൂടുതൽ പണം നൽകുന്നതാണ്, വളരെ വലിയ പൊസിഷൻ നൽകും. These kind of a glamorous things are being sold in nowadays. People go with this kind of hopes, the different companies. And after few months, there comes to the reality. അപ്പോൾ സത്യം അവരുടെ മുന്നിൽ വരും. അവർ ഫ്രസ്ട്രേറ്റുമായി തീരും.
മാൻകൈൻഡിനുള്ളിൽ വി ഹാവ് ഓൾവേസ് ബീൻ ഫോർത്ത് ഫ്ലൈ. നിങ്ങൾ വളരെയധികം അധ്വാനിക്കണം, നിങ്ങൾ വളരെയധികം പഠിക്കണം, നിങ്ങൾ കൺസിസ്റ്റൻ്റ്ലി ജോലി ചെയ്തേ പറ്റൂ. ബിക്കോസ് ലേണിംഗ് ഈസ് നോട്ട് ലൈക്ക് ഗോയിങ് ഇൻ എ ജിം ആൻഡ് ഡൂയിങ് 8 hours ഓഫ് വെയ്റ്റ് ലിഫ്റ്റിംഗ്. അങ്ങനെ ഒന്നും നടക്കില്ല. അഥവാ നിങ്ങൾ 8 മണിക്കൂർ നിരന്തരം വെയ്റ്റ് ലിഫ്റ്റിംഗ് അഥവാ 5 മണിക്കൂർ ചെയ്താൽ ഇറ്റ് വിൽ ഹാവ് ടു ബോഡി. Learning is like, for example, going in a gym every day consistently 365 days, every year, good number of years, then some kind of a improvement happens. പറയാറില്ലേ 0.1% ഇംപ്രൂവ്മെന്റ് എവറി ഡേ ഓർ എവറി വീക്സ് ഹാപ്പൻസ്. നിങ്ങളത് മൾട്ടിപ്ലൈ ചെയ്യൂ, കാരണം നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ടാകും. ദിസ് ഈസ് വാട്ട് മാൻകൈൻഡ് ഈസ്. സോ എവറിത്തിങ് ഈസ് ഓൺ ദ ഫേസ്. With this note, I just want to give you one more story I learned before Second World War. Germany was working like anything. 6 days plus working was there. They were preparing for war. On the second side, ഫ്രാൻസിനുള്ളിൽ it was 5 days a week and they were thinking, വേണ്ട, നമ്മൾ ഫ്രൈഡേക്ക് കൂടെ അവധി എടുത്തേക്കാം. And you know what happened? അവർക്കുള്ളിൽ in Second World War, in no time, France was beaten stock no comparable by Germany. അത്ര മോശമായി തോൽപ്പിച്ചു കളഞ്ഞു. ബിക്കോസ് they became were pampered, luxurious. See, in your life, you should never take anything for granted. With this, I wish you all the best. Have a great year ahead. All the best. Bye-bye. See you.